വെൽക്കം ടു രജൻസ്. നമ്മുടെ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റഡി. നമുക്ക് ഫസ്റ്റ് ആണ് വരുന്നത് ലൈറ്റ് കളർ ചാർട്ടിലുള്ള ഒരു ഐറ്റം ആട്ടോ. പക്ഷേ എല്ലാ കളേഴ്സും നല്ലതാണ്. ഇതൊരു ലൈറ്റ് ക്രീം പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ചൊരു ഡാർക്ക് ടോണിലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു അക്കോബ ആ ടൈപ്പ് കട്ട് വർക്കിന്റെ പാറ്റേൺ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഡിഫറെന്റ് ലുക്ക് വന്നിരിക്കും. നിങ്ങൾക്ക് ഇനി ഈ ഒരു കളറിനെ കുറച്ചൊരു ഡാർക്കായിട്ട് തോന്നിക്കണമെങ്കിൽ കോൺട്രാസ്റ്റ് മാച്ചിങ്ങിൽ ലൈനിങ് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്കൊരു ഐഡിയ പരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു സെയിം കളർ ലൈറ്റ് കളർ ചാർട്ട് തന്നെ ഇഷ്ടമുള്ളതെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് നിൽക്കേണ്ട, സെയിം തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് ക്രീമിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു യോക്കിൽ കൊടുത്തേക്കുന്ന ആ ഒരു പ്രിന്റ് ഇല്ലേ, ഫ്ലവറിൻ്റെ പാറ്റേണിൽ പ്രിന്റ്, അത് തന്നെ നമുക്ക് ബോർഡർ താഴത്തെ ബോർഡറിലും ആ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ താഴെവശമാണ് ഇത് വരുന്നത്. മൊത്തത്തിൽ തയ്ച്ച് വരുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവും. ഞാൻ ചുമ്മാ നിവർത്തി പിടിച്ചിട്ടുള്ള ഇത് കാണിക്കുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഈ ബോർഡറില്ലേ അത് തന്നെയാണ് താഴെയും വരുന്നത് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ചെറുതായിട്ട് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പോർഷനിലൊക്കെ ആണെങ്കിലും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലുക്ക് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ ഇതുപോലെ വരും. ഫുള്ളായിട്ട് അക്കോബയുടെ പാറ്റേണിൽ ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം വലിയ ഹോൾസ് ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ്ങിനും കൂടെ ആ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞത്. ദുപ്പട്ട സെമി സിൽക്കിൻ്റെ ഫാബ്രിക് തന്നെ ഒരു ലിനൻ ലുക്കാണ്, പക്ഷേ സെമി സിൽക്ക് ആട്ടോ ഫാബ്രിക്. അതിൽ ആ യോക്കിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഫുൾ പ്രിന്റ് ഒരു ഡിജിറ്റൽ ടൈപ്പ് ഫ്ലവർ പാറ്റേൺ ഡിസൈൻ അതിലും കൊടുത്തിട്ടുണ്ട്. നമ്പർ വരുന്നത് U401 1380 റേറ്റ് 1380. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്ന ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെ. അതിൻ്റെ അകത്ത് കുറച്ചൊരു ഡാർക്ക് മുമ്പ് കാണിച്ചല്ലേ, കുറച്ച് ഡാർക്കർ ഷെയ്ഡിലുള്ള ബോർഡറും ആ ഒരു ഫ്ലവറിലുള്ള ആ ഒരു കളറും ആ ഒരു കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ അല്ല, ഡാർക്കർ ടോണിലുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിലും ഫുള്ളായിട്ട് അക്കോബ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഷെയ്ഡൊക്കെ സെയിം ഒറ്റ കളറിൽ തന്നെ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഇതുപോലെയാണ്. വർക്കല്ല മീൻസ് മൊത്തത്തിൽ അക്കോബയുടെ വർക്കുണ്ട്. പിന്നെ ഒരു എംബ്രോയിഡറി ഒരു പ്രിന്റ് വന്നേക്കുന്നത് ഫ്ലവർ പാറ്റേണിൽ സെൻറ്ററിൽ മാത്രമാണ്. പിന്നെ താഴത്തെ ബോർഡറിലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ല കേട്ടോ, ഒരു വെറൈറ്റി പാറ്റേൺ എന്ന് പറയാം. നമ്പർ U402 റേറ്റ് 1380. അടുത്ത ഷെയ്ഡ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല ലാവണ്ടറിൻ്റെ ടോണാണ് കേട്ടോ. സെയിം തന്നെ, ബാക്കി വേറെ വ്യത്യാസമില്ല. ആ ഒരു പ്രിന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു കളറിനോട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടം ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ആ ഒരു സാറ്റിൻ്റെ ഫാബ്രിക് കേട്ടോ. ബാക്കിയെല്ലാം സെമി സിൽക്കിൻ്റെ ഒരു ലിനൻ ലുക്കിലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് U403 റേറ്റ് 1380. നാലാമത്തെ ഷെയ്ഡ് ഇതും നല്ല ഭംഗിയുള്ളൊരു, അതായത് ഒനിയൻ പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്കർ ടോൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. മുമ്പേ കാണിച്ചൊരു ലൈറ്റ് പിങ്ക് ആയിരുന്നു. അതിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടി ഒരു ഡാർക്കർ, ഒരു ചെറുതായിട്ടൊരു ലാവണ്ടർ ബ്ലെൻഡ് ചെയ്തേക്കുന്ന ഒരു കളർ. അടിപൊളിയാട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. അതായത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും നല്ലതാണ്. എല്ലാവർക്കും മുഖത്തിന് ചേരുന്ന ടൈപ്പ് കളേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ബോർഡറും താഴത്തെ ബോർഡറും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മൾ നോർമലി വരുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി രീതിയിൽ നിൽക്കും. ലൈറ്റ് വെയിറ്റ് ആട്ടോ മെറ്റീരിയൽ. ഈ കട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു അക്കോബ ടൈപ്പ് ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിലും സെമി സിൽക്കിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. മെറ്റീരിയൽ നല്ല ഒതുങ്ങിയും കിടക്കും, ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് U400 റേറ്റ് 1380.